ഇനി നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വി മുരളീധരൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റോട് എനിക്ക് അത്ര യോജിപ്പില്ല. അദ്ദേഹം പറഞ്ഞ നല്ല ഉദ്ദേശിച്ചായിരിക്കും, എന്നാൽ പോലും അതായത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജുകളിലും ഈ പറഞ്ഞ ബാനറുകൾ കെട്ടി സൗജന്യമായിട്ട് ഫുഡ് കൊടുക്കുന്നതിന് അനുവദിക്കത്തില്ല, കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ പോകണം, അതുവഴി വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ള കാര്യം. എനിക്ക് ചോദിക്കാനുള്ളതാണ്, നിങ്ങളോ ചെയ്യുന്നില്ല, ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന സമയത്ത് അതിനെ പ്രൊമോട്ട് ചെയ്യുവാണ് ചെയ്യേണ്ടത്. കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് വരട്ടെ ഇങ്ങനെ സൗജന്യം കൊടുക്കാൻ വേണ്ടി, അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കണക്ക് തന്നെ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതലും അവിടെ ഡെവലപ്മെന്റിലേക്കാണ്. അവിടെ സൗജന്യമായിട്ട് എത്രത്തോളം ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം, എത്ര ബെറ്റർ ക്വാളിറ്റിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാം, അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. അവിടെ സാധാരണക്കാരെ വരുന്നത്, അവർക്ക് ഒരു ദിവസം ഫുഡ് പുറത്തു കഴിക്കുന്ന മിനിമം 500, 600, 700 രൂപയാകും ഇന്നത്തെ വില അനുസരിച്ചിട്ട്. കാരണം വിലക്കയറ്റം ഭയങ്കരമാണ്. അവിടെ അവര് ആ ഫുഡ് കിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിപ്പോ BJP കൊടുത്താലോ, LDF കൊടുത്താലോ, കോൺഗ്രസ് കൊടുത്താലോ, മുസ്ലിം ലീഗ് കൊടുത്താലോ, RS കൊടുത്താലോ, ആര് കൊടുത്താലും അതൊരു നല്ല കാര്യം. ഒരു ഭാരത കൊട്ടി എങ്ങനെ വേണ്ട അവിടെ ഫുഡ് കൊടുത്തിട്ട് ആളുകൾക്ക് സൗജന്യമായി 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. പട്ടിണി കിടക്കാതെ അവിടെ ഫുഡ് കഴിക്കാൻ കഴിയുന്നത് വലിയ കാര്യമാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളെ കൂടുതലായിട്ട് വെറുതെ ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പ് മേടിച്ചു വെക്കുന്ന ലെവലിലേക്ക് ഗവൺമെന്റ് പോകരുത്. കാരണം നമ്മൾ ചെയ്യേണ്ടത് ജനങ്ങളുടെ മനസ്സ് അറിഞ്ഞ്, ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക.